പൗരന് കാവലാകേണ്ടവരാണ് പോലീസ് എന്നാണ് വെപ്പ്. പക്ഷേ കേരളത്തിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CI KG പ്രതാപചന്ദ്രൻ നിർദ്ദയം മർദ്ദിച്ചത് 3 മാസം ഗർഭിണിയായ ഒരു യുവതിയെയാണ്. എന്നാൽ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കയറിയപ്പോൾ സംഭവിച്ചു പോയതാണ് എന്നാണ് നിലവിൽ അരൂർ SHO ആയ പ്രതാപചന്ദ്രന്റെ വിശദീകരണം. എന്തായിരുന്നു അന്നവിടെ സംഭവിച്ചത്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2024 ജൂൺ 18 പരാതിക്കാസ്പദമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ബെൻജോ ബേബിക്കും ഭാര്യ ഷൈമോൾക്കും എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷന് സമീപം റെയിൽവേ സ്റ്റേഷൻ എതിർവശത്ത് ടൂറിസ്റ്റ് ഹോം ബിസിനസ്സാണ്. ബെൻജോ പറയുന്നതനുസരിച്ച് ഒരു ദിവസം രാത്രി അവരുടെ ഹോട്ടലിന് എതിർവശത്ത് നിന്ന് പോലീസ് 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ബെൻജോ അതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മഫ്തിയിൽ ബെൻജോയുടെ ഹോട്ടലിലേക്ക് എത്തിയ പോലീസ് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. 3 മാസം ഗർഭിണിയായ ഷൈമോളയും കുട്ടി സ്കാനിങ്ങിന് പോകാൻ ഒരുങ്ങവെയായിരുന്നു പോലീസ് തന്നെ കൂട്ടിക്കൊണ്ടുപോയത് എന്നാണ് ബെൻജോ പറയുന്നത്. സ്കാനിങ്ങിന് പോകാനുണ്ടെന്നും വൈകിട്ട് എത്താമെന്നും പോലീസിനോട് പറഞ്ഞതായാണ് ബെൻജോ മീഡിയ വണ്ണിനോട് പറഞ്ഞത്. ഭർത്താവിനെ പിടിച്ചുകൊണ്ടുപോയത് എന്തിനെന്നറിയാതെ ഇരട്ടകളായ 2 കൈക്കുഞ്ഞുങ്ങളെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ഷൈമോൾ കാണുന്നത് ബെൻജോയ്ക്ക് ചുറ്റും നിരവധി പോലീസുകാർ കൂടി നിന്ന് ഉപദ്രവിക്കുന്നതായിരുന്നു. തന്നോട് ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കാനും മറ്റും സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു അവരെന്നാണ് ബെൻജോ ഓർത്തെടുക്കുന്നത്. ഇത് കണ്ട് നിലവിളിച്ച ഷൈമോളെ പിടിച്ചു നിർത്താൻ വനിതാ പോലീസ് ശ്രമിക്കുന്നതിനിടെ CI പ്രതാപചന്ദ്രൻ എത്തി പുറത്തു പോകാനോ മറ്റോ ആവശ്യപ്പെടുന്നതായി CCTV ദൃശ്യങ്ങളിൽ കാണാം. കരഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് ചെന്ന ഷൈമോളെ ആദ്യം നെഞ്ചത്ത് പിടിച്ച് തള്ളുകയും കരണത്തടിക്കുകയുമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി പലതും തല്ലി തകർക്കാനൊക്കെ ശ്രമിച്ച ഷൈമോളെ പിടിച്ചു നിർത്താൻ വനിതാ പോലീസിന് കഴിയാതെ വന്നപ്പോൾ സ്വാഭാവിക പ്രതികരണം എന്നോണമാണ് തല്ലിയത് എന്നാണ് നിലവിൽ അരൂർ SHO ആയ പ്രതാപചന്ദ്രൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തോ മുൻകൂട്ടി പദ്ധതിയിട്ട പോലെ സ്റ്റേഷനിലേക്ക് എത്തി കുട്ടികളെ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ബെൻജോയ്ക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ടെന്നും ആരോപിക്കുന്നുണ്ട് പ്രതാപചന്ദ്രൻ. എന്നാൽ തനിക്കെതിരെ പെറ്റി കേസുകൾ മാത്രമാണുള്ളത് എന്നാണ് ബെൻജോ വിശദീകരിക്കുന്നത്. ഏകദേശം 1 വർഷത്തിലധികം നിയമ പോരാട്ടം നടത്തിയ ശേഷമാണ് ഷൈമോൾക്ക് അന്നത്തെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ലഭിച്ചത്. ആദ്യം തന്നെ തെളിവായുള്ള CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥനെതിരെ നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, CCTV ദൃശ്യങ്ങൾ നൽകാനും പോലീസ് വിസമ്മതിച്ചു. ഒടുവിലാണ് ഷൈമോൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിനിടെ വനിതാ കമ്മീഷനെയും മനുഷ്യാവകാശ കമ്മീഷനെയും എല്ലാം സമീപിച്ചെങ്കിലും കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നായിരുന്നു മറുപടി ലഭിച്ചത് എന്നാണ് ഷൈമോൾ പറയുന്നത്. ഒരു തവണ മനുഷ്യാവകാശ കമ്മീഷൻ ഹിയറിംഗിന് വിളിച്ചെങ്കിലും അന്ന് പ്രതാപചന്ദ്രൻ ഹാജരായതുമില്ല. സംഭവം വിവാദമായതോടെ പ്രതാപചന്ദ്രനെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വകുപ്പ് തല അന്വേഷണത്തിനും ഉത്തരവിട്ടു. എന്നാൽ അത് മാത്രം പോരാ, അയാൾ അർഹിക്കുന്ന പരമാവധി ശിക്ഷ നേടിക്കൊടുക്കും വരെ പോരാട്ടം തുടരുമെന്നാണ് ഷൈമോളുടെ നിലപാട്. പ്രതാപചന്ദ്രൻ എന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇതാദ്യമായല്ല ഇത്തരമൊരു പരാതി നേരിടുന്നത്. മിന്നൽ പ്രതാപൻ എന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസുകാർക്കിടയിൽ അറിയപ്പെട്ടിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. 2023 ഒരു സ്വിഗ്ഗി ജീവനക്കാരനെ അകാരണമായി മർദ്ദിച്ചെന്ന ആരോപണവും പ്രതാപചന്ദ്രനെതിരെയുണ്ട്. എറണാകുളം നോർത്ത് പാലത്തിന് താഴെ തണലത്ത് വിശ്രമിക്കുന്നതിനിടെ അവിടെ എത്തിയ പ്രതാപചന്ദ്രൻ ക്രൂരമായി മർദ്ദിച്ചുവെന്നായിരുന്നു ഡെലിവറി ജീവനക്കാരനായ റിനീഷിന്റെ അന്നത്തെ പരാതി. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ പരാതിക്കാരിയെയും അവർക്കൊപ്പം സ്റ്റേഷനിലെത്തിയ CPI അരൂർ മണ്ഡലം കമ്മിറ്റി അംഗം മനോജ് കുമാറിനെയും പ്രതാപചന്ദ്രന്റെ കീഴിലുള്ള പോലീസുകാർ കയ്യേറ്റം ചെയ്തതായും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിനെതിരെ മുഖ്യമന്ത്രിക്കുൾപ്പെടെ മനോജ് പരാതിയും നൽകിയിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് യൂത്ത് കോൺഗ്രസ് നേതാവായ VS സുജിത്തിനെ കുന്നംകുളം പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. തിരുവനന്തപുരത്ത് ബിന്ദു എന്ന ദലിത് സ്ത്രീക്ക് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്ന യാതനകൾ, രാജീവ് എന്നയാൾ പരാതിയുടെ രസീത് ചോദിച്ചതിന് അന്നത്തെ തെന്മല SHO മുഖത്തടിച്ച സംഭവം, അങ്ങനെ പോലീസിന്റെ അതിക്രമങ്ങൾ കേരളത്തിൽ തുടർക്കഥയാണ്. പക്ഷേ ഇന്നും അതെല്ലാം ഒറ്റപ്പെട്ട സംഗതിയാണെന്നാണ് സർക്കാരിന്റെ പക്ഷം.